നമസ്കാരം. അംശുമ്പയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നാടകഗാനങ്ങളെ പുനരാവിഷ്കരിക്കുന്നത് ചക്കരപ്പന്തലും ചില്ലിമുളങ്കാടുകളും അന്യമായ നഗരത്തിലെ മലയാളി പ്രതിഭകൾ. നാടകഗാന റൗണ്ടിൽ തന്റെ മികവ് തെളിയിക്കാനായി അടുത്തതായി വേദിയിൽ എത്തുന്നു സന്ധ്യ രമേശ് പിഷാരടി. സന്ധ്യ ചേച്ചി, സ്വാഗതം. അപ്പോൾ ഓഡിഷൻ റൗണ്ട്സിൽ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? കുറച്ച് പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താണ്? പേടിയുണ്ടോ? അന്നത്തെ അത്ര തോന്നണില്ല. പേടിയുണ്ടില്ല അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഇന്ന് നാടകഗാനം റൗണ്ടാണ്. എന്നാലും ഓഡിഷൻസ് കഴിഞ്ഞ് പ്രീ ക്വാർട്ടേഴ്സ് വരെ എത്തിയില്ലേ? അപ്പൊ അതൊരു അച്ചീവ്മെന്റ് അല്ലേ? അതെ അതെ. അപ്പൊ അത് ആഘോഷിച്ചെന്ന് പാടാം അല്ലേ? അപ്പൊ ഏത് നാടകഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? ചക്കരപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന നാടകഗാനം. എന്തായാലും ടെൻഷൻ ഫ്രീ ആയിട്ട് നന്നായി ആലപിക്കാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ചക്കരപ്പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽപ്പാനൊരു മോഹം. ചക്കരപ്പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര, ചൊരിയും ചക്രവർത്തി കുമാര, വീണുടയാതെ ഇരിക്കാം ജീവിത വീണതര കയ്യിൽ, കനക സ്മരണകൾ നീട്ടിയ നീത്തിരി കാഴ്ച വയ്ക്കാം മുന്നിൽ. ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ? ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ? വിജനലതാഗ്രഹവാതിൽ വരുമോ? വീണ മീട്ടി തരുമോ? വീണ മീട്ടി തരുമോ? ചക്കരപ്പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽപ്പാനൊരു മോഹം. ചക്കരപ്പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര. ചേച്ചി, പാട്ടല്ലാതെ ഡാൻസും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. കാരണം പാടുന്ന സമയത്തുള്ള ഒരു പ്ലസന്റ് എക്സ്പ്രഷൻ ആണേലും തുടക്കത്തിൽ ചെറുതായിട്ടൊന്നൊരു താളം തെറ്റിയപ്പോഴേക്കും വന്ന ഒരു ബീഭത്സവും എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് ഒന്ന് കൂട്ടിച്ചേർത്തി വായിക്കാൻ പറ്റി, ഒരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെന്ന്. അപ്പം എന്തായാലും അത്രയ്ക്ക് വലിയ നെർവസ്നെസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ബാക്കി ജഡ്ജസിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ബാബുരാജ് സർ. സന്ധ്യ, എന്തൊക്കെയുണ്ട്? സുഖം. സുഖം. തുടക്കത്തിലൊരു
ചെറിയൊരു ഒരു കല്ല് കടിച്ചു അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് കുറച്ച് അത് കുഴപ്പമില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മോഹനത്തിന്റെ ആ ഒരു ഭാവം അങ്ങോട്ട് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സൗണ്ടിന് ഒരു അടപ്പുണ്ട്, ഒരു ഇന്നത്തെ അതങ്ങനെയാണോ വോയിസ്? അതോ അങ്ങനെയല്ല, പക്ഷെ എനിക്ക് വേഗം തൊണ്ടയടയുന്നുണ്ട്, അത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ദാഹിച്ചു മോഹിച്ചു, അത് അങ്ങനെ തന്നെയാണ്. ഒന്ന് പാടും അത്, ദാഹിച്ചു മോഹിച്ചു. ഓക്കെ. രാജകുമാരിയായി അത് പാടൂ. രാജകുമാരിയായി. ഓക്കെ. പിന്നെ വാതിലിൽ വരുമോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ട്, അതൊന്ന് പഠിക്കും. അത് പാടിയില്ല, പാടിയപ്പോ അത് കേട്ട് നോക്കിക്കോളൂ. അതെന്താ അറിയോ, അത് ഇപ്പൊ മോ കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മുഖത്ത് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല, മോ കഴിഞ്ഞിട്ട് അടുത്ത പാടണം. അതുകൊണ്ട് ആ മോ വന്നില്ല ശരിക്കും, ആ ഒരു ഇത് വന്നില്ല. മനസ്സിലായ സംഗതി? അത് ഓക്കെ, നന്നായി, ഗംഭീരായി, നോട്ട് ബാഡ് അറ്റ് ഓൾ. ആ തുടക്കത്തിന്റെ ഒരു കല്ലുകടി ഉണ്ട്, അത് കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ശങ്കരൻ സർ. സന്ധ്യ വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പക്ഷേ ശബ്ദത്തിനൊരു അടപ്പ് പോലെ ഉണ്ട്, പക്ഷെ നല്ല തുറന്ന സൗണ്ട് ആയിരുന്നു, പക്ഷേ ഒരു അടപ്പ് ഫീൽ ചെയ്തു. പിന്നെ ഈ കുമാരി എന്നാണ് പാടിയത്. ആദ്യത്തെ ആ ലൈൻ മാത്രം ഒന്ന് പാടൂ. കുമാരിയാണ്, ഒന്ന് പാടൂ ആ ലൈൻ മാത്രം. ചക്രപന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര. അങ്ങനെ പാടണം. ആദ്യം പാടിയത് കുമ്മ എന്നുള്ള ഒരു ഫീൽ ചെയ്തു, ഇവിടെ കേട്ടു. പക്ഷെ അത് കുഴപ്പമില്ല, ഡിക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി മറ്റൊന്നും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. ഭാവം, ലയം എല്ലാം ഉണ്ട്. ശബ്ദം കുറച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുമാരി എന്നുള്ള അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രൊനൗൺസിയേഷൻ ഇത് ഇവിടെ മാത്രമേ കുഴപ്പമുണ്ടായുള്ളൂ, ബാക്കി എല്ലായിടത്തും വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയത്, ബാക്കി എല്ലാ പൊസിഷനിലും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ജഡ്ജസ്. അപ്പൊ എന്തായാലും കമന്റ്സ് ഒക്കെ വളരെ നല്ല കമന്റ്സ് തന്നെയായിരുന്നു. അപ്പൊ മാർക്സും അതുപോലെ നല്ല മാർക്സ് ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ബാബുരാജ് സർ. 100-78 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു. ശങ്കരൻ സർ. ഞാൻ 100-82. താങ്ക് യു സർ. താങ്ക് യു സർ. സന്ധ്യ രമേശ് പിഷാരടിയുടെ ടോട്ടൽ മാർക്സ് എത്രയാണെന്ന് അറിയാം? ഓൾ ദി ബെസ്റ്റ് ചേച്ചി. അടുത്ത റൗണ്ടിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. പ്രളയക്കെടുതിയിൽ കേരളത്തിന് കൈത്താങ്ങായ മഹാരാഷ്ട്രയിലെ ജനപ്രതിനിധികളെ ആദരിച്ചു. എലിക്സർ കരുണാലയ എന്ന സന്നദ്ധ സംഘടനയുടെ വാർഷികാഘോഷ പരിപാടിയിലാണ് താനയിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് മലയാളികളുടെ ആദരവ് കൈമാറിയത്. എലിക്സർ കരുണാലയ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിലായിരുന്നു മഹാരാഷ്ട്രയുടെ ജനപ്രതിനിധികളായ മന്ത്രി ഏക്നാഥ് ഷിൻഡെ, MP രാജൻ വിചാരെ, MLA പ്രതാപ് സർനായിക്, MLC രവീന്ദ്ര പാഠക് എന്നിവരെ ആദരിച്ചത്. കേരളത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 5 വീടുകൾ വെച്ച് നൽകുന്നതിനോടൊപ്പം പ്രളയത്തിൽ സഹായവുമായി മരുന്നുകളും സാധന സാമഗ്രികളും കൂടാതെ 50ഓളം ഡോക്ടർമാരും അടങ്ങുന്ന സംഘവുമായി കേരള ജനതയെ നേരിട്ട് സഹായിച്ച മുംബൈയിലെ ജനപ്രതിനിധികൾക്ക് മലയാള നാടിന്റെ സ്നേഹവും ആദരവും കൈമാറുന്ന വേദിയാകുകയായിരുന്നു താനെ ഗാസിനാഥ് ഖാനേക്കർ ഓഡിറ്റോറിയം. ഡോക്ടർ റോയ് ജോൺ മാത്യു മാനേജിംഗ് ട്രസ്റ്റിയായ എലിക്സർ കരുണാലയ എന്ന സന്നദ്ധ സംഘടനയുടെ വാർഷികാഘോഷ ചടങ്ങിലാണ് താനെയിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് മലയാളികളുടെ സ്നേഹോപഹാരങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്രയിലെ നേതാക്കൾ വഹിച്ച പങ്കിനെ ശ്ലാഘിച്ചുകൊണ്ടുള്ള കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ സന്ദേശം താനെ മാർത്തോമപ്പള്ളി വികാരി റവറൻ തോമസ് മാത്യു, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവർ ചേർന്ന് വായിച്ചു. കുമാരൻ നായരും ദിരൂഭായ് പട്ടേലും ചേർന്ന് മന്ത്രി ഏക്നാഥ് ഷിൻഡെ ആദരിച്ചപ്പോൾ റവറൻ ഫാദർ PN തോമസ് കുട്ടി, സഞ്ജയ് ഭോർഗാവ്കർ എന്നിവർ MP രാജൻ വിചാരയ്ക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. അംജി മുംബൈ ഡയറക്ടർ പ്രേംലാൽ, രാജു ചോപ്ര എന്നിവർ ചേർന്ന് MLA പ്രതാപ് സർനായിക്കിന് സ്നേഹോപഹാരം കൈമാറി. എലിക്സർ കരുണാലയ ട്രസ്റ്റി ജേക്കബ് മാത്യു, റവറൻ തോമസ് മാത്യു എന്നിവർ ചേർന്ന് MLC രവീന്ദ്ര പാഠകിനെയും ആദരിച്ചു. കേരളത്തിലെ സഹോദരീ സഹോദരന്മാർ നേരിട്ട ദുരിതത്തിൽ ദുഃഖമുണ്ടെന്നും തങ്ങളുടെ കർത്തവ്യമാണ് നിറവേറ്റിയതെന്നും എലിക്സർ കരുണാലയ ഏർപ്പെടുത്തിയ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് മന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. हमारे जो देखो कितना दिया है कितना लिया है उससे कोई मतलब नहीं है, लेकिन जब वक्त है तो वक्त के समय जब किसी भी कोई भी तकलीफ में है तो उनको मदद करना ये बहुत बड़ी बात है.
ലക്ഷക്കണക്കിന് മലയാളികളാണ് മഹാരാഷ്ട്രയിൽ വസിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിന് നേരിട്ട ദുരിതത്തിൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും MLA പ്രതാപ് സർനായിക് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അന്യനാട്ടിൽ ജീവിക്കുമ്പോഴും ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും കൂടെ കൊണ്ടു നടക്കുന്ന മലയാളി സമൂഹത്തെ ബഹുമാനത്തോടെയാണ് മഹാരാഷ്ട്ര കണ്ടിട്ടുള്ളതെന്ന് MP രാജൻ വിചാരയും സൂചിപ്പിച്ചു. മാർത്തോമാ സഭ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. You never knew where you can stay, where you never knew where you can find food, where you never knew whether you can have a transportation, but then you took the risk in going down to Kerala, owning it, and staying there in Kerala with the people for more than a week. The charity and generous measures that you shown when you understood that your own brothers are having a difficult time. A friend in need is a friend indeed. ചടങ്ങിൽ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. सबका सुख देखने के लिए नहीं, सबका दुख देखने के लिए. कमाना आसान है, जमाना आसान है, लेकिन सबको देना मुश्किल है. जहाँ मुश्किल होता है वहाँ आप लोगों को कुछ न कुछ करना पड़ता है. ഡോക്ടർ റോയ് ജോൺ മാത്യു, ഡാലി ജോൺ, അനൂപ് അനീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചലച്ചിത്ര നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഗീത പൊതുവാൾ ചടങ്ങുകൾ നിയന്ത്രിച്ചു. മാന്ത്രിക വിരലുകളാൽ പിയാനോയിൽ സംഗീതത്തിന്റെ മാസ്മരികത തീർത്ത വിഖ്യാതനായ സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയും സംഘവും അവതരിപ്പിച്ച സംഗീത പരിപാടി പ്രേക്ഷക പ്രീതി നേടി. താങ്ക്സ് ടു ഓൾ ദ ബോംബേക്കേഴ്സ് ഹൂസ് ബീൻ സപ്പോർട്ടിംഗ് അവർ കേരള ഫ്ലഡ്. കേരളയിൽ കുറേ നാശനഷ്ടം വന്നു വെച്ചാൽ ചെറിയൊരു പങ്ക് ലോകം മുഴുവനും ചെയ്തു. താനേ നിന്ന് കുറേ നല്ല ആൾക്കാരെ ചെയ്തു. അത് എനിക്ക് കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച് റോയ് ചാൻ ആൻഡ് ഫാമിലി. ആണ് ഓടക്കുഴൽ നാദത്തിൽ വിസ്മയം തീർത്തൊരു മലയാളി പെൺകുട്ടി. ഫ്ലൂട്ടിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ് ഈ കൊച്ചുകുട്ടിക്ക് ഇതിനായി സമയം കണ്ടെത്തുന്നത്. താനെ വാഗ്ലി എസ്റ്റേറ്റിൽ താമസിക്കുന്ന പ്രമോദ് കുറുപ്പിന്റെയും ശീതൽ കുറുപ്പിന്റെയും മകളായ മൈത്രിയെയാണ് മുരളീനാഥത്തിൽ വിസ്മയം തീർക്കുന്നത്. 4 വർഷമായി പ്രമോദ് അട്സുലയുടെ കീഴിലാണ് മൈത്രിയെ ഫ്ലൂട്ട് അഭ്യസിക്കുന്നത്. പുല്ലാങ്കുഴൽ വായനയിൽ അകഷ്ടയായാണ് ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കുവാൻ തുടങ്ങിയതെന്ന് ഈ കൊച്ചുമിടുക്കി പറയുന്നു. 6th സ്റ്റാൻഡേർഡിൽ ഉണ്ടാവുമ്പോൾ ഞാൻ ഫ്ലൂട്ട് പഠിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് എല്ലാം വന്നു. പിന്നെ ഇപ്പൊ 4 വർഷങ്ങളായിട്ടുണ്ട്. അംശുമുമ്പയുടെ ഗോൾഡൻ വോയ്സ് സംഗീത റിയാലിറ്റി ഷോ വേദിയിൽ മൈത്രിയെ അവതരിപ്പിച്ച ഓടക്കുഴൽ നാദം സംഗീതപ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റി. ശ്രോതാക്കൾ നൽകുന്ന പ്രോത്സാഹനം തന്നെയാണ് ഒരു കലാകാരി എന്ന നിലയിൽ ലഭിക്കുന്ന അംഗീകാരമെന്ന് മൈത്രി പറയുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് പെർഫോം ചെയ്തിട്ട് എനിക്ക് വളരെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് തോന്നി. പിന്നെ എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ ഹാപ്പി ആയിട്ട് കണ്ടിട്ട് പിന്നെ എനിക്ക് വളരെ സന്തോഷമായിട്ട് എനിക്ക് കല്യാൺ നായർ വെൽഫെയർ അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു. പിന്നണി ഗായിക രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിച്ച സംഗീത ഹാസ്യ പരിപാടി ആഘോഷങ്ങൾക്ക് തിളക്കം കൂട്ടി. നായർ വെൽഫെയർ അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടികൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് കല്യാൺ ഈസ്റ്റിലുള്ള മോഡൽ ഇംഗ്ലീഷ് സ്കൂൾ അങ്കണത്തിൽ നടന്നു. കേന്ദ്രീയ നായർ സാംസ്കാരിക സംഘ് പ്രസിഡന്റ് യു രാമചന്ദ്രൻ, കേന്ദ്രീയ നായർ സാംസ്കാരിക സംഘ് സെക്രട്ടറി ഹരികുമാർ മേനോൻ, സാമൂഹ്യ പ്രവർത്തകൻ CP ബാബു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പിന്നണി ഗായിക രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിച്ച സംഗീത ഹാസ്യ വിരുന്ന് പ്രേക്ഷക പ്രീതി നേടി. അരുൺ ഗോപി ഒരുക്കിയ 21ാം നൂറ്റാണ്ട് തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ പ്രണവ് മോഹൻലാലിനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ശ്രീധന്യ. പുതിയ കുറെ നല്ല ചിത്രങ്ങളുമായി മലയാള സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മുംബൈ മലയാളി. പ്രണവ് മോഹൻലാൽ നായകനാകുന്ന 2ാമത്തെ ചിത്രമാണ് 21ാം നൂറ്റാണ്ട്. ആദ്യ ചിത്രമായ ആദ്യം നൽകിയ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിലെത്തുന്നത്. പ്രദർശനം തുടരുമ്പോൾ സ്വപ്നതുല്യമായ 21ാം നൂറ്റാണ്ടിലെ
അപ്പുവിനോടൊപ്പമുള്ള റോളിനെ കുറിച്ച് മതിപ്പോടെയാണ് ശ്രീധന്യ സംസാരിച്ചത്. പ്രണവ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ മോഹൻലാൽ സാറിന്റെ മകൻ അങ്ങനെ ഭയങ്കര ഒരു ഇതിലാണ് ഞാൻ ചെന്നത് അഭിനയിക്കാനായിട്ട്. പക്ഷേ പ്രണവായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് ഭയങ്കര ഇത്രയും ഡൗൺ ടു എർത്ത്, നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു എയർ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ താരപുത്രന്റെ ജാടകളൊന്നുമില്ലാത്ത പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീധന്യയ്ക്ക് 100 നാവ്. ഷോട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടായിരുന്നു, കിച്ചൺ ഷോട്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പുറത്തു വന്ന് നിന്നപ്പോൾ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സ്വെറ്റ് ആവുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ തന്നെ ഇങ്ങനെ നിന്ന് വീശുമ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ അസിസ്റ്റന്റ് തന്നെ വീശി തരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്യണേ. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെയാണ് പുള്ളി അങ്ങനെ ഒരു സ്റ്റാറിന്റെ മകൻ അല്ലെങ്കിൽ സ്റ്റാർ അങ്ങനത്തെ ഒരു ഇതൊന്നും വെച്ചിട്ടല്ല എല്ലാവരോടും, എന്നോട് മാത്രമല്ല സെറ്റിലെ എല്ലാ ഈവൻ ആർട്ടിലുള്ളവരായാലും പോലും എല്ലാവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുള്ളി തന്നെ ടേബിളൊക്കെ പിടിച്ചിട്ട് ഇരുന്ന്. ആദ്യം എനിക്കിത് അത്ഭുതം തോന്നിയിട്ട് ഞാൻ അങ്ങനെ നോക്കി. പിന്നെ അത് ശരി, എല്ലാ ദിവസവും പുള്ളി അങ്ങനെയാണ്. ആദ്യമായി ഒരു ചിത്രത്തിന് സ്വന്തമായി ശബ്ദം നൽകുവാൻ കഴിഞ്ഞ ത്രില്ലും ശ്രീധന്യ മറച്ചുവെച്ചില്ല. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി. എന്താന്ന് വെച്ചാല് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റി. എപ്പോഴും എൻ്റെ ഒരു വിഷമമാണ് സിനിമ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളത്. ഈ അങ്ങനെ ഒരു വിഷമം ഇതിലില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇപ്പോൾ കൈനിറയെ ഓഫറുകളുണ്ട്. മുംബൈയിലെ തിരക്കിനിടയിലും കുറച്ച് നല്ല മലയാള ചിത്രങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ശ്രീധന്യ. അംശുമ്പയുടെ എപ്പിസോഡോട് പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ബുധനാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി ടിവിയിലും.